അവർ ഏത് സമയത്താണ് വരും തള്ളിയേച്ചും പോകുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഒരു തരത്തിലും കൃഷിക്ക് യോഗ്യമല്ലാതായി വരുവാണ് നമ്മുടെ റോഡുകൾ കംപ്ലീറ്റ് അവർ മാലിന്യം തള്ളിയിട്ട്. ബന്ധപ്പെട്ട കക്ഷികളെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അതിന് കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് അധികാരികൾ ഒരു നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെവിടെയെങ്കിലും കൊണ്ട് തള്ളുക എന്നുള്ളൂ, അവർക്ക് മാലിന്യം എടുത്ത് കാശ് മേടിക്കുക എന്നുള്ളൂ. പിന്നെ തള്ളുന്നത് എവിടെയാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ആരും ചോദിക്കാനും പറയാനും ഇപ്പോൾ ചോദിക്കണവർ പേടിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുമോ? അവർ പിന്നെ വടിവാളും ഇരുമ്പൊടിയൊക്കെ ആയിട്ടാണ് വണ്ടിയാണ് നടക്കുന്നത്. നമ്മളെന്താ പറയുക, ഇപ്പോൾ ആരാന്ന് നമ്മൾ കാണുന്നില്ല. ഇത് സന്ധ്യാസമയത്തും രാത്രിയിലും ഒക്കെ ആയിട്ട് കൊണ്ടാടുന്നത് നമ്മളാരെയും കാണുന്നില്ല. പോലീസുകൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി. ഇന്നത്തെ പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ വെളിയിൽ വെള്ളം വെക്കണ്ടേ, അപ്പോൾ ഈ വെള്ളം തുറന്നു വിടുമ്പോൾ കയറി പോകുന്നു. കാരണം കൃഷിയെ പോലും മാറിയത്. വെച്ചൂർ കല്ലറ റോഡിൽ വീണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അപകടങ്ങളും തടയാൻ സ്ഥാപിച്ച CCTV ക്യാമറകൾ തല്ലിത്തകർത്തു. ഇതേ സ്ഥലത്ത് ക്യാമറകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് 3ാം തവണയാണ്. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും റോഡിലെ അനധികൃത മാലിന്യം തള്ളൽ, ലഹരി ഉപയോഗം, അമിത വേഗത എന്നിവ തടയുന്നതിനുമാണ് അധികൃതർ ഈ മേഖലയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട്. അതിലൊരു സ്ഥലമാണ് ഈ ഒരു പാടശേഖരം. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ കൃഷിക്ക് വേണ്ടി വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ആ ഒരു സ്ഥലത്ത് ഭാഗമായിട്ടാണ് ഇഷ്ടംപോലെ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത്. അതും എന്തൊക്കെ വേസ്റ്റ് എന്നല്ല, പ്ലാസ്റ്റിക്, പലതരം മാലിന്യമുണ്ട്, ശുചിമുറി മാലിന്യം, അങ്ങനെ പലതും ഉണ്ട്. എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി ചെന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഞാനിവിടെ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇഷ്ടംപോലെ മാലിന്യമാണ് കൊണ്ട് തള്ളിയിരിക്കുന്നത്. രൂക്ഷമായ ഗന്ധമാണ് ഇവിടുന്ന് വന്നിരിക്കുന്നത്. അതുപോലെ നാട്ടുകാർ പറയുന്നത് ശരി വെക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ആ ദൂരത്തോട്ടുള്ള ഈ തോട്ടിൽ അങ്ങ് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇഷ്ടംപോലെ മാലിന്യമാണ് കൊണ്ട് തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ ക്യാമറകൾ തകർത്തപ്പോഴും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നെങ്കിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇതാണ് അക്രമികൾക്ക് വീണ്ടും ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ ധൈര്യം നൽകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കംപ്ലൈന്റ് കൊടുത്തായിരുന്നു ഇതിനെക്കുറിച്ച്? കംപ്ലൈൻറ്റ് പല പ്രാവശ്യവും പാടശേഖര സമിതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ബന്ധപ്പെട്ട കക്ഷികളെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇവർ എല്ലാ പ്രാവശ്യവും ഇത് തന്നെ മാലിന്യം തള്ളൽ തന്നെയാണ് പരിപാടി. അതിന് കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് അധികാരികൾ ഇതുവരെ ഒരു നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരാൻ കാര്യമില്ല. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പുതിയ കല്ലറയായി. അപ്പോൾ അവർക്ക് കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പഴയതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈക്കം സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് പരാതികൾ കൊടുത്തിരിക്കുന്നത്, പാടശേഖര സമിതി. 1-2 പ്രാവശ്യമൊക്കെ വരുമോ എന്ന് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ മനുഷ്യനല്ലേ, ഉറങ്ങണ്ടേ. അവർ ഏത് സമയത്താണ് വരും തള്ളിയേച്ചും പോകുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഒരു തരത്തിലും കൃഷിക്ക് യോഗ്യമല്ലാതായി വരുവാണ് നമ്മുടെ റോഡുകൾ കംപ്ലീറ്റ് അവർ മാലിന്യം തള്ളിയിട്ട്. പഞ്ചായത്തുകാർ അന്വേഷിച്ചായിരുന്നോ? പഞ്ചായത്ത് അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കേണ്ടത് പോലീസല്ലേ. അവരും എല്ലാവരും ഇത് തന്നെ ഒരു അഴകുഴമ്പം മട്ട. ഇതിന് ഒരു കൃത്യമായ ഇപ്പോൾ ഒരു CCTV വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുകയും അതിന് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കുകയും കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇത് മാറ്റാൻ സാധിക്കും. അല്ലാതെ ഇപ്പോൾ ഇവിടെ കൃഷിക്ക് ഒരു തരത്തിലും വെള്ളം വയ്ക്കാനോ ഈ കൃഷിക്ക് പണിയെടുക്കാൻ വന്ന കൃഷി മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളും എല്ലാ തൊഴിലാളികളുമുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭക്ഷണം കഴിക്കണ്ടേ, മനുഷ്യനല്ലേ, അതിന് പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ. ഇവിടെ വേസ്റ്റ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ഇവിടെ കൊണ്ട് സ്ഥാപിക്കണമെന്ന് പോലും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളിങ്ങനെ വെള്ളം വയ്ക്കണ ചാലിലാണ് ചാലി, പാടത്തിൻ്റെ സൈഡിലാണ് പാടത്തിൻ്റെ സൈഡ്. കഴിഞ്ഞ പ്രാവശ്യം നെല്ലുമൂടയുടെ പുറത്തായിരുന്നു. ഇതെല്ലാം ഇങ്ങനെയായിട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കൃഷി ഇറക്കി പോയി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് മാലിന്യമാ എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് ചാടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആരും ചോദിക്കാനും പറയാനും ഇപ്പോൾ ചോദിക്കണവർ പേടിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കില്ല. അവർ പിന്നെ വടിവാളും ഇരുമ്പൊടിയൊക്കെ ആയിട്ടാണ് വണ്ടിയാണ് നടക്കുന്നത്. നമ്മളെന്താ പറയാൻ, അവിടുത്തെ ക്യാമറയാണേലും ഇങ്ങനെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. നമുക്കറിയാൻ പറ്റില്ല ക്യാമറ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റുമോ? ക്യാമറ ഇങ്ങനെ ഇപ്പോൾ ഇത്തവണ ഈയിടെ വരുമെന്ന് ശരിയാക്കിയിട്ടുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്തുള്ള പ്രത്യേകിച്ച്. പാടത്തിന്റെ സൈഡിലൊക്കെ തട്ടണത്. ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴി കാണാം, പാടത്തിന്റെ പഴനിലം കിടക്കുന്ന സൈഡിലൊക്കെ തട്ടിയിട്ടുണ്ട്. ഒരു സാമാന്യ മര്യാദ അവരൊരു കാര്യം ചോദിച്ചാൽ അത് കൃഷി ഇറക്കണ സ്ഥലം, അതല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഇട്ടോട്ടെ, നമ്മളിപ്പോൾ അതിനെ എതിർക്കാനും ചെല്ലുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാക്കി. പോലീസുകാർ അന്വേഷിച്ച് വരാറുണ്ടോ? ആരാണ് അവിടെ അന്വേഷണമൊക്കെ വരും, കാണും, പോകും. അല്ലാണ്ട് ഇപ്പോൾ അവരെന്താ ചെയ്യാൻ? നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വർത്താനം പറയാൻ പറ്റിയല്ലോ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലായിരിക്കും. അതാ ഇപ്പം നടന്നിട്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടിരിക്കുക. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പാലത്തിൻ്റെ ഇവിടെ നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടിടുമെന്നാണോ പറയുന്നത്? പിന്നെ അത് നമുക്ക് അവരെ അറിവുള്ളിടത്താണ് അവർ കൊണ്ടിടും. അതാണ് എനിക്കത്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഈ സൈഡ് വഴി ഈ പാടത്തിൻ്റെ ഈ നേരെ താഴെ ഈ വെള്ളം പറ്റിക്കുന്ന പാട ഇത് ഇപ്പുറത്ത് പാടത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. ഈ പഴയത് ഈ ഇപ്പോഴും പാടത്തിൻ്റെ സൈഡിൽ അപ്പുറത്ത് ചാടിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വെള്ളം അടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ശരിക്കും വെള്ളവും അശുദ്ധമാകുവാണ്. ഇപ്പം നമുക്ക് ഇറങ്ങാതെയും വെള്ളം കയറ്റാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞങ്ങളിത് ഒരു തൂമ്പ് തുറന്ന് വെള്ളം കയറ്റാനുള്ള സാഹചര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ അടിച്ചിട്ടില്ല, അപ്പുറം മാറ്റി അടിച്ചിട്ടിരിക്കുക. അപ്പം ആരാന്ന് നമ്മൾ കാണുന്നില്ല. ഇത് സന്ധ്യാസമയത്തും രാത്രിയിലും ഒക്കെ ആയിട്ട് കൊണ്ടാടിക്കുന്നത്, നമ്മളാരെയും കാണുന്നുമില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പറയാനുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല. എന്ത് മാലിന്യം ഇവിടെ കൊണ്ട് തള്ളുന്നത്? ഇവിടെ കൊണ്ട് തള്ളുന്നത് മെയിനായിട്ടും കക്കൂസ് മാലിന്യങ്ങളാണ്. ഈ ചേർത്തല ഭാഗത്തുള്ള കുറേ വണ്ടികൾ ഇതിലേ വന്ന് മാലിന്യം ഈ ആളില്ലാത്ത സമയം നോക്കി വെളുക്കപ്പുറത്തും രാവിലെയൊക്കെ വന്ന് ഈ നീളപ്പാട് മുഴുവനും അടിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരം പരിപാടി. അതിനാണ് ഇവിടെ ക്യാമറ വെച്ചത്. അത് നശിപ്പിച്ച് കളഞ്ഞു. കാരണം ക്യാമറ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഇതേ അവസ്ഥയായിരുന്നു ഈ കുട്ടമ്പുറത്ത് ഉണ്ടായത്. അത് അവിടെ ഇതുപോലെ ഇവരെവിടെയെങ്കിലും കൊണ്ട് തള്ളുക എന്നുള്ളൂ. അവർക്ക് മാലിന്യം എടുത്ത് കാശ് മേടിക്കുക എന്നുള്ളൂ. പിന്നെ തള്ളുന്നത് എവിടെയാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഒഴിവ് കാണുന്നിടത്തൊക്കെ തള്ളും. തൂമ്പ് തുറക്കാതെ കിടന്നിപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. കാരണം ഈ തൂമ്പ് തുറന്നാൽ ഇനിയിപ്പോൾ ഈ പാടത്ത് മഴയും കൂടെ കുറവായത് കാരണം വെള്ളം കയറ്റാൻ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് ഇത്രയും പേര് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൂമ്പ് തുറന്നാലേ ഈ പാടത്തൊക്കെ വെള്ളം കിട്ടുള്ളൂ. വെള്ളം കിട്ടിയില്ല ഈ നെല്ല് മുഴുവൻ നശിച്ച് പോകത്തേ ഉള്ളൂ. പാടത്തിൻ്റെ തോടാമ്പത്തേരി കഴിഞ്ഞ് കിഴക്കോട്ട് രണ്ട് സൈഡിലും പിന്നെ ഈ പാലിൻ്റെ രാത്രി കൊണ്ട് അടിക്കല്ലോ. ഇത് നല്ല ഓട്ടിൽ മാലിന്യം കൃഷിക്കാർക്ക് പോലും ആ പാടത്ത് വെള്ളം വയ്ക്കാൻ പോലും പറ്റുന്നില്ല. വെള്ളം വെച്ചാൽ ആ തോട്ടിലോട്ട് കൊണ്ട് അടിച്ചു കൂട്ടി രാത്രി കാലങ്ങളിൽ. അതുകാരണം കൃഷി ചെയ്യാനൊന്നും പറ്റിയല്ല. കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും മതിയല്ല. മാലിന്യമല്ലേ കൊണ്ടിടുന്നത്? ഇതാണ് വെള്ളം വെക്കണം പാടത്ത്. നമ്മൾ നെല്ലിൽ വെള്ളം വെക്കണ്ടേ. അപ്പോൾ ഈ വെള്ളം തുറന്നു വിടുമ്പോൾ കയറി പോകുന്നു. കാരണം കൃഷി ചെയ്യാൻ പോലും മാർഗ്ഗമില്ല. പഞ്ചായത്ത് പരാതിപ്പെട്ടിട്ട് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് വന്നിട്ടുണ്ടോ? പോലീസൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് വന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി. ഇന്നത്തെ പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിടിച്ചിട്ടുണ്ട്. MLA വരെ വിളിച്ചു വരുത്തി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോഴും അടിച്ചോണ്ടിരിക്കും. ഈ പാടത്തിൻ്റെ കിഴക്കേറ്റം വരെ നമ്മൾ വല്ലവരും വല്ല പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് അടിച്ചത്. ഇത് അടിക്കണ വണ്ടിക്കാരുണ്ടല്ലോ, മറ്റുള്ള വണ്ടിക്കാരല്ല. ഇത് അടിക്കണ പ്രത്യേക വണ്ടിക്കാരുണ്ട്. അവർ കൊണ്ടുവന്ന് രാത്രി അല്ലേ ഇതിനെ കൊണ്ട് കളയണ്ടേ. ക്യാമറ നശിപ്പിക്കുന്ന കാരണമേ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലല്ലേ? അതാരാണെന്ന് അറിയാൻ പറ്റിയത്. തോട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ ബൂത്തുകളുടെ ആപ്പീസിന് കിഴക്കോശ തെക്കേ സൈഡിന് കൊണ്ട് നിറച്ചടിച്ച് കൂട്ടിയിട്ടിരിക്കുക. ആരാണിത് ചെയ്യുന്നത്? അതൊന്നും അറിയാൻ മേല, ചെയ്യുന്ന ആരാണെന്ന് അറിയാൻ മേല, നിറച്ചിടുക. കഴിഞ്ഞ ദിവസം കോലാമ്പലത്തെ റോഡൊരു ക്യാമറ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്ത് വേസ്റ്റാണ് അവിടെ വരെ കൊണ്ടിടുന്നത്? കക്കൂസ് മാലിന്യം. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. പിന്നെ ഇറച്ചിയുടെ വേസ്റ്റ്? ഇറച്ചി വേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ചാക്കിനകത്ത് ആൾക്കാരുടെയൊക്കെ ഉപയോഗിക്കുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ട് ഇടുന്നുണ്ട്. വീടുകളിൽ നിന്നൊക്കെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് മാലിന്യം കൊണ്ടുവന്ന് സൈഡിലും പാടശേഖരത്തിൻ്റെ സൈഡിലൊക്കെ അടിക്കുന്നുണ്ട്. ഇതുവരെ നടപടിയൊന്നും ഉണ്ടാക്കില്ല. അവർ ദിവസവും കൊണ്ടുവന്ന് കണ്ടമാനം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തരം മാലിന്യവാ? വിസർജ്യം. ഓക്കെ, അത് പാടശേഖരത്തിൻ്റെ സൈഡുകളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത. വെള്ളമില്ല, തോട്ടി വെള്ളമില്ല. പിന്നെ തൂമ്പൊക്കെ തുറന്ന് ആൾക്കാർക്ക് വെള്ളം കയറ്റാൻ വലിയ മാലിന്യം പ്രശ്നങ്ങളാണ്. ഈ കുറച്ചുകൂടി ചെല്ലണം. അവിടെയൊക്കെ ആളുണ്ട്. ഓക്കെ, പാടശേഖരം ഇവിടുന്ന് അങ്ങോട്ടാണ് കൂടുതലാണ് ഉള്ളത്.